السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أما بعد. പേജ് നമ്പർ 515 സൂറത്തുൽ ഹുജറാത്ത്. ഒരായത്ത് രണ്ടായത്താണ് നമ്മൾ എടുത്തിട്ടുള്ളത്. നമ്മൾ തമ്മിൽ വാക്കാൽ ഒരു കരാറ് പോലെ ഒരു സംഗതി ഉണ്ടായിരുന്നു. ആ രണ്ടായത്തൊന്ന് കാണാതെ പഠിക്കണം. അപ്പൊ നമ്മളുടെ ഒരു പോളിസി നിങ്ങൾക്ക് അറിയാലോ. നമ്മളെ കൊണ്ട് ഓരോരുത്തരെ കൊണ്ട് ചൊല്ലിക്കുന്ന പരിപാടി നമ്മുടെ ഇതിലില്ല. നമ്മൾ ഒന്നിച്ച് ആ രണ്ടായത്തൊന്ന് ഓതി നോക്കല്ലേ. നിങ്ങൾ എൻ്റെ മുഖത്തേക്ക് നോക്കുക, ഞാൻ നിങ്ങളുടെ മുഖത്തേക്ക് നോക്കുക. അപ്പോൾ ഞാൻ പിന്നെ മൈക്കാവോട്ട് തെറ്റുന്നത് ആർക്കാന്ന് അറിയില്ല അല്ലേ. തൽക്കാലം ഖുർആനിൽ നിന്ന് കഴിഞ്ഞ ആഴ്ച വന്ന ആളുകൾ ഖുർആനിൽ നിന്ന് കണ്ടെടുത്ത് എൻ്റെ മുഖത്തേക്ക് നോക്കുക. നിങ്ങൾക്ക് ആർക്കാണ് അറിയാത്തത് ഞാൻ പറയൂല. നോക്കാം. ഓക്കല്ലേ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹല്ലദീന ആമനൂ ലാ തുഖദ്ദിമൂ ബൈന യദയില്ലാഹി വറസൂലിഹി വത്തഖുല്ലാഹ് ഇന്നല്ലാഹ സമീഉൻ അലീം. യാ അയ്യുഹല്ലദീന ആമനൂ ലാ തർഫഉ അസ്വാതകും ഫൗക സൗതിൻ നബി വലാ തജ്ഹറൂ ലഹു ബിൽ ഖൗലി കജഹരി ബഅദികും ലിബഅദിൻ അൻ തഹബത അഅമാലകും വഅൻതും ലാ തസ്ഉറൂൻ. കണ്ണ് ചിമ്മി ഓതുന്ന ആളുകൾ വരെ ഉണ്ട് ഈ കൂട്ടത്തിൽ. അപ്പോ നമ്മളിത് പഠിക്കാൻ ശ്രമിക്കുകയും അതിൽ വിജയിക്കുകയും ചെയ്തിട്ടുണ്ട് ഒരുപാട് ആളുകൾ എന്നാണ് അതിൻ്റെ അർത്ഥം. അള്ളാഹു എല്ലാവർക്കും അങ്ങനെ ഒരു കഴിവ് അനുഗ്രഹം നൽകട്ടെ. ഇനി ബാക്കി നമ്മളൊന്നുമില്ല. ഇന്നല്ലദീന യഖുള്ളൂന അസ്വാതഹും ഇൻദ റസൂലില്ലാഹി أولئك الذين امتحن الله قلوبهم للتقوى لهم مغفرة وأجر عظيم. إن الذين ينادونك من وراء الحجرات أكثرهم لا يعقلون. ولو أنهم صبروا حتى تخرج إليهم لكان خيرا لهم والله غفور رحيم. يا أيها الذين آمنوا إن جاءكم فاسق بنبأ فتبينوا أن تصيبوا قوما بجهالة فتصبحوا على ما فعلتم نادمين. واعلموا أن فيكم رسول الله لو يطيعكم في كثير من الأمر لعنتم ولكن الله حبب إليكم الإيمان وزينه في قلوبكم وكره إليكم الكفر والفسوق والعصيان أولئك هم الراشدون فضلا من الله ونعمة والله عليم حكيم. തുടക്കം മുതലാക്കാം അല്ലേ.
يا أيها الذين آمنوا لا تقدموا بين يدي الله ورسوله واتقوا الله إن الله سميع عليم يا أيها الذين آمنوا لا ترفعوا أصواتكم فوق صوت النبي ولا تجهروا له بالقول كجهر بعضكم لبعض أن تحبط أعمالكم وأنتم لا تشعرون إن الذين يغضون أصواتهم عند رسول الله أولئك الذين امتحن الله قلوبهم للتقوى لهم مغفرة وأجر عظيم إن الذين ينادونك من وراء الحجرات أكثرهم لا يعقلون ولو أنهم صبروا حتى تخرج إليهم لكان خيرا لهم والله غفور رحيم يا أيها الذين آمنوا إن جاءكم فاسق بنبأ فتبينوا أن تصيبوا قوما بجهالة فتصبحوا على ما فعلتم نادمين واعلموا أن فيكم رسول الله لو يطيعكم في كثير من الأمر لعنتم ولكن الله حبب إليكم الإيمان وزينه في قلوبكم وكره إليكم الكفر والفسوق والعصيان أولئك هم الراشدون فضلا من الله ونعمة والله عليم حكيم يا أيها الذين آمنوا വിശ്വാസികളെ ലാ തുഖദ്ദിമൂ ബൈന യദയില്ലാഹി വറസൂലി അല്ലാഹുവിൻ്റെയും അവൻ്റെ റസൂലിൻ്റെയും മുൻകടന്ന് നിങ്ങൾ ഒരു തീരുമാനമെടുക്കരുത് വത്തഖുല്ലാഹ അല്ലാഹുവെ സൂക്ഷിക്കണം അക്കാര്യത്തിലൊക്കെ ഇന്നല്ലാഹ സമീഉൻ അലീം അല്ലാഹു നിങ്ങൾ എന്ത് ചെയ്യുന്നു പറയുന്നു എന്ന് സൂക്ഷ്മമായി കേൾക്കുകയും അറിയുകയും ചെയ്യുന്നവനാണ് അതുപോലെ യാ അയ്യുഹല്ലദീന ആമനൂ ലാ തർഫഉ അസ്വാതകും ഫൗക സൗത്തിൻ നബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ നിങ്ങൾ ശബ്ദം ഉയർത്തി സംസാരിക്കരുത് നബിയുടെ ശബ്ദത്തെക്കാൾ അത് ഉയരാൻ നിങ്ങൾ അനുവദിക്കരുത് വലാ തജ്ഹറൂ ലഹു ബിൽ ഖൗലി കജഹരി ബഅദുകും ലിബഅദിൻ നിങ്ങൾ തമ്മിൽ ഉച്ചത്തിൽ സംസാരിക്കുന്നത് പോലെ നബിയോട് ശബ്ദമുയർത്തി സംസാരിക്കുകയും അരുത് അങ്ങനെ ചെയ്താൽ അമാലക്കും നിങ്ങളുടെ കർമ്മഫലങ്ങൾ ഇല്ലാതായി പോകും അന്തുമില്ലാത്ത ഷോറോൻ നിങ്ങൾ അക്കാര്യമൊട്ട് അറിയുകയുമില്ല എന്നാണ് നമ്മൾ പറഞ്ഞു വെച്ചത്. ഇതൊക്കെ പറയുമ്പോഴും ഈ ഒരു സൂറത്തിന്റെ ഒരു അടുത്ത 2 ആയത്ത് 3 ആയത്ത് കൂടി വായിക്കണത് വരെ പറയുന്നത് നമ്മുടെ മനസ്സിലുണ്ടാവേണ്ടത് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹം എന്നത് ഒരു ദിവസമോ അല്ലെങ്കിൽ ഒരു മാസമോ ഒന്നും മാത്രമായി ഒരു ആഘോഷമായി കൊണ്ടു നടക്കേണ്ടതല്ല. അതൊരു ആദരമായി, ബഹുമാനമായി, അവിടെ മനസ്സിനെ ബാധിക്കേണ്ടുന്ന ഒരു വികാരമാണ്. അതല്ലാതെ ഒരു പ്രകടനമല്ല. ഞാൻ പറഞ്ഞ റോട്ടിൽ കൂടെയുള്ള പ്രകടനമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുക എന്നത് നമ്മുടെ മനസ്സിലാണ് അത് ഉണ്ടാവേണ്ടത്. മനസ്സിൽ ആ സ്നേഹം ഉണ്ടാകുമ്പോഴാണ് അത് ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലേക്കും വരിക. വാക്കുകൊണ്ടുള്ള പ്രവാചക സ്നേഹമല്ല നമുക്ക് ആവശ്യം എന്നർത്ഥം. അതല്ല വിജയത്തിൻ്റെ നിദാനം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകേണ്ടുന്ന ആദരവും ബഹുമാനവും പരിഗണനയും അതുണ്ടാവുക എന്നുള്ളതാണ്.
അത് എങ്ങനെയാകണം എന്നതാണ് ഈ ചർച്ച. ഇനി നിങ്ങൾ അടുത്ത ആയത്ത് നോക്കിക്കോളൂ. ഇന്നല്ലദീന യഗുദ്ദൂന അസ്വാതഹും ഇൻദ റസൂലില്ല. ഇന്നല്ലദീന തീർച്ചയായും ആളുകൾ, ഒരു കൂട്ടം ആളുകൾ എന്ന് പറഞ്ഞാൽ അവർ എന്നർത്ഥം. യഗുദ്ദൂന അവർ ഒതുക്കി പിടിക്കുന്നവരാണ്. അസ്വാതഹും അവരുടെ ശബ്ദം, ഇൻദ റസൂലില്ലാഹി റസൂലുള്ളാഹിന്റെ സന്നിധിയിൽ, റസൂലുള്ളാഹിന്റെ അരികിൽ, റസൂലുള്ളാഹിന്റെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറയുന്ന സദസ്സിൽ, റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനങ്ങൾ വിശദീകരിക്കുന്ന സദസ്സിൽ അവർ അവരുടെ ശബ്ദം ഒതുക്കി പിടിക്കും, പരമാവധി ഒതുക്കും, താഴ്ത്തും. നബിയുടെ ശബ്ദത്തിന് അലോസരമുണ്ടാക്കുന്ന, നബിയുടെ ശബ്ദത്തിന് തടസ്സമുണ്ടാക്കുന്ന വിധത്തിൽ അവരുടെ ശബ്ദമുണ്ടാവുകയില്ല. അങ്ങനെ ഒരാൾക്ക് ജീവിതത്തിൽ ഒരു ശീലമായി അത് വളർത്തിക്കൊണ്ടുവരാൻ സാധിച്ചാൽ, ശ്രദ്ധിച്ചോളിട്ടോ, ഉലായിക ആ വിഭാഗം ആളുകളാണ് അല്ലദീന ഇംതിഹാൻ അല്ലാഹു പരീക്ഷിച്ച് വിജയം നേടിയവർ. ഇംതിഹാൻ എന്നാൽ പരീക്ഷ എന്നർത്ഥം. എക്സാം ചെയ്ത് അള്ളാഹു പരീക്ഷിച്ച് ആ പരീക്ഷണത്തിൽ വിജയം നേടിയവരാണവർ. എന്തിന്റെ പരീക്ഷണത്തിൽ? എന്ത് പരീക്ഷിച്ചു? ഇംതിഹാനല്ലാഹു ഖുലൂബഹും, അള്ളാഹുവിന്റെ മനസ്സിന് നടത്തിയ പരീക്ഷയിൽ. മനസ്സിന് എന്ത് പരീക്ഷ? ലിത്തഖ്വ, മനസ്സിൽ തഖ്വയുണ്ടോ എന്ന പരീക്ഷ അള്ളാഹു നടത്തിയപ്പോൾ അതിൽ വിജയം വരിച്ചവരുടെ ലക്ഷണം എന്താണ്? നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിൽ അദ്ദേഹം ഉള്ളപ്പോഴാവട്ടെ ഇല്ലാത്തപ്പോഴാവട്ടെ, അവിടത്തെ പറ്റി സംസാരിക്കുന്ന സദസ്സിലാവട്ടെ, അവിടുത്തെ വചനങ്ങൾ വിശദീകരിക്കുന്ന സദസ്സിലാകട്ടെ, മാനമൗലി റഹ്മത്തുള്ളാഹി പറയും, നബിയേ എന്ന് അല്ലാഹു വിളിക്കും, റസൂലേ എന്ന് അല്ലാഹു വിളിക്കും, മുഹമ്മദേ എന്ന് അല്ലാഹു വിളിക്കൂല. സുബ്ഹാനല്ലാഹ്. കാര്യങ്ങൾ അല്ലാഹു യാ അയ്യുഹർ റസൂൽ ബല്ലിഗ് മാ ഉൻസില ഇലൈക മിർ റബ്ബിക എന്ന് പറഞ്ഞിട്ടുണ്ട്. യാ അയ്യുഹൻ നബി എന്നല്ല പറഞ്ഞിട്ടുണ്ട്. പക്ഷെ യാ മുഹമ്മദ് എന്ന് അല്ലാഹു എവിടെ വിളിച്ചിട്ടില്ല. എന്താ കാരണം? മുഫസ്സിറുകൾ പറഞ്ഞതാ. അത്രമാത്രം അല്ലാഹുവിന് വാത്സല്യമുള്ള ആളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ആദരവും അള്ളാഹുവിന്റെ അത്ര വലിയ വാത്സല്യത്തിന് പാത്രീഭൂതനായ അശറഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഈ സമുദായം എത്രമാത്രം ആദരവ് പുലർത്തുന്നു, ബഹുമാനം പുലർത്തുന്നു, സ്നേഹം വെച്ച് പുലർത്തുന്നു എന്നതിനനുസരിച്ചാണ് അവരുടെ തഖ്വ വിലയിരുത്തപ്പെടുക എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. മുഅ്മിനീങ്ങളെ, ഇതൊരു ചില്ലറ കാര്യമല്ല അല്ലേ? അതുകൊണ്ട് മുഹമ്മദേ എന്ന് നിങ്ങൾ വിളിക്കരുത്. നബിയെ നീ എന്ന്, അൻത എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് അറബി ഭാഷയിൽ പ്രയോഗിക്കുമ്പോൾ പോലും അങ്ങ്, അവിടുന്ന് എന്നൊക്കെ മാത്രമേ ഈ സമുദായം ആ അൻത എന്നതിന് അർത്ഥകൽപ്പന നടത്താവൂ എന്ന് മുഫസ്സിറുകൾ പറഞ്ഞിട്ടുണ്ട്. നബിയെ നീ നിന്റെ സമുദായത്തോട് പറയുക എന്നതിന് പകരം നബിയെ താങ്കൾ, അവിടുന്ന്, അങ്ങ്, അങ്ങയുടെ സമുദായത്തോട്, അങ്ങയുടെ കുടുംബത്തോട്, താങ്കളുടെ ആളുകളോട് താങ്കൾ പറയുക എന്നിങ്ങനെയുള്ള അർത്ഥകൽപ്പനയാണ് അവിടെ കൊടുക്കേണ്ടത്. ഭാഷാപരമായി നീ എന്ന് തന്നെയാണ് അതിന്റെ അർത്ഥമെങ്കിലും അത് ആദരവിന്, മലയാള ഭാഷയിൽ അത് ആദരവിന് വിരുദ്ധമാണ്. അതുകൊണ്ട് അത് അങ്ങനെ കൊടുക്കാൻ പാടില്ല എന്ന് പറയുന്നവരാണ് മഹാന്മാരായ മുഫസ്സിറുകൾ. അപ്പൊ നമ്മുടെ കുട്ടികൾ, നമ്മുടെ ചില പ്രവാചകന്മാരൊക്കെ ഇതിന് കൊടുക്കുന്ന അർത്ഥം നോക്കാണ് നിങ്ങൾ. അള്ളാഹുവിന്റെ പ്രവാചകൻ ഓ നബിയെ നീ എന്നിങ്ങനെ പറയുന്നത് ചുരുക്കി പറഞ്ഞാല് എന്തിന്റെ അർത്ഥം? എനിക്ക് വേണമെങ്കിൽ അത് വിവരക്കേടാന്ന് പറയാം. പക്ഷെ റബ്ബ് പറയണത് അത് എന്തിന്റെ കുറവാന്നാ? തഖ്വയുടെ കുറവാണെന്ന്. അപ്പൊ മുഅ്മിനീങ്ങളെ ശ്രദ്ധിക്കണം, മക്കളോടത് പറഞ്ഞു കൊടുക്കണം. അങ്ങനെ ഒരു അഭിസംബോധന പോലും ഉണ്ടായിക്കൂടാ. കാരണം ഇന്നല്ലദീന യഗുദ്ദൂന അസ്വാതഹും ഇൻദ റസൂലില്ലാഹി ഉലൈകല്ലദീന ഇംതഹനല്ലാഹു ഖുലൂബഹും ലിത്തഖ്വ. ഇപ്പൊ തഖ്വയുടെ പരീക്ഷണം എന്താണ്? എവിടെയാ തഖ്വ എന്ന് ചോദിച്ചപ്പോ ആയത് ഖുലൂബുഹും, മനസ്സിൽ.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. അതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയുന്നത്, റസൂൽ നബി എന്ന് കേൾക്കുമ്പോൾ, നബി എന്ന് കേൾക്കുമ്പോൾ, മുഹമ്മദ് എന്ന് കേൾക്കുമ്പോൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് അറിയാതെ പറഞ്ഞു പോകണം നമ്മള്. അത് നാവുകൊണ്ടും ചുണ്ടുകൊണ്ടും പറയാൻ തന്നെ ശ്രമിക്കണം. എന്തെങ്കിലും അത് മനസ്സിലെങ്കിലും അറിയാതെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയാനുള്ള ഒരു സ്വഭാവമായി, അത് ഈമാനായി, അത് തഖ്വയായി അത് വളർത്തിക്കൊണ്ടുവരാൻ നമുക്ക് കഴിയണം. പൊതുവിൽ നമ്മളെ കുറിച്ചുള്ള ആരോപണങ്ങളിൽ ഒന്നെന്താ? ഓർക്ക് നബിയോട് ഒരു ആദരവുമില്ല, ബഹുമാനമില്ല, ഒരു സലാത്ത് പോലും ചൊല്ലൂല. തെറ്റാണത്. അങ്ങനെ ഒരു പ്രവണത ഉണ്ടെങ്കിൽ, ഒരു സ്വഭാവം കൊണ്ട് വെച്ചു മുറിപ്പിക്കാൻ പറ്റൂല. അത് നമുക്ക് തഖ്വയില്ല എന്ന റബ്ബ് പറയുന്നത് അതിന്റെ അർത്ഥത്തിൽ അല്ലേ? ഇപ്പൊ ഇന്നല്ലദീന യഖുദ്ദൂന അസ്വാതഹും ഇൻദ റസൂലില്ലാഹി ഉലൈകല്ലദീന ഇംതഹനല്ലാഹു ഖുലൂബഹും ലിത്തഖ്വാ. നബിതങ്ങളുടെ മുമ്പിൽ ശബ്ദമൊതുക്കാൻ ശീലിക്കുന്നവർ. നേരത്തെ കഴിഞ്ഞ ആഴ്ച പറഞ്ഞ സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം, കഥയല്ലത്. ഇസ്ലാമിന് അങ്ങനെ ഒരു പ്രത്യേകതയാണുള്ളത്. പണ്ടൊരു നാടുണ്ടായിരുന്നു, അവിടെ പണ്ടൊരു ആളുണ്ടായിരുന്നു, അയാൾക്ക് ഇത്ര മക്കളുണ്ടായിരുന്നു എന്ന് പറയുന്ന പരിപാടിയല്ല ഇസ്ലാമിൻ്റെത്. എന്ന് പണ്ട് എന്ന് ചോദിച്ചാൽ അറിയില്ല, ആയത് നാടെന്ന് ചോദിച്ചാൽ അറിയില്ല, ഏത് ആളെന്ന് ചോദിച്ചാൽ അറിയില്ല എന്നതല്ല ഇസ്ലാമിന്റെ. മദീനയിൽ ഇന്ന ഗോത്രത്തിൽ ഇന്നയാളുടെ മകനായി പിറന്ന ഇന്നയാൾ, അല്ലെങ്കിൽ മക്കയിൽ ഇന്ന കാലത്ത് എന്നു പറയാൻ കഴിയുന്ന ചരിത്ര പശ്ചാത്തലമുള്ള മതമാണ്, അല്ലെങ്കിൽ ഒരേ ഒരു മതമാണ് ഇസ്ലാം എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. കെട്ടുകഥകളുടെ, അതിശയോക്തികളുടെ ഒരു കെട്ടഴിച്ചു വിടുക എന്നതല്ല ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്. അതാര് പറഞ്ഞു, എവിടെ പറഞ്ഞു, എന്ന് പറഞ്ഞു, അയാൾ ആരാണ് എന്ന് ചോദിച്ചാൽ അതിന് കൃത്യമായി കൊടുക്കാനുള്ള മറുപടി ഉണ്ടാകും ഇസ്ലാമിൽ. അയാൾ ഇന്നയാളാണ്, അയാൾ ഇന്ന കാലത്ത് ജീവിച്ചിരുന്നു, ഇന്ന നാട്ടിലായിരുന്നു, അയാളുടെ ഉപ്പാന്റെ പേര് ഇന്നതാണ്, അയാളുടെ ഉമ്മാന്റെ പേര് ഇന്നതാണ്, അയാളുടെ കുടുംബ പേര് ഇന്നതാണ്, അയാളുടെ ആ ഭാര്യയുടെ പേര് ഇന്നതാണ്, ഇന്ന മക്കളൊക്കെ അയാൾക്ക് ഉണ്ടായിരുന്നു എന്ന് പറയാൻ കഴിയുന്ന ഒരു അത്ഭുതമാണ് ഇസ്ലാം എന്ന് നിങ്ങൾ മനസ്സിലാക്കാം. അതുകൊണ്ടാണ് സെയ്ദ് ബിൻ സാബിത്ത് എന്ന് പിന്നെയും ഒരാൾ എന്നല്ല, അദ്ദേഹം അൻസാരി സമൂഹത്തിന്റെ നേതാക്കന്മാരിൽ ഒരാളായിരുന്നു. എല്ലാ ഭാഷകളും അക്കാലത്തേത് കൈകാര്യം ചെയ്യാൻ കഴിയുന്ന അത്ഭുത സിദ്ധി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രാർത്ഥനയിലൂടെ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ടായിരുന്നു. 7 വഴിയെഴുത്തുകാരുടെ നേതാവും സെയ്ദ് ബിൻ സാബിത്തുൽ അൻസാരി റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിന്റെ ചരിത്രം നമ്മളിവിടെ പറഞ്ഞ് ഞങ്ങൾ കേട്ട്. അതാണ് ഈ പറഞ്ഞത്, ഇന്നല്ലദീന യഖുദ്ദൂന അസ്വാതഹും ഇൻദ റസൂലില്ലാഹ്. റസൂലുള്ളാഹിന്റെ മുമ്പിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒച്ച അടക്കാൻ കഴിഞ്ഞാൽ, ശബ്ദം അടക്കാൻ കഴിയുക, പിടിച്ചു നിർത്താൻ കഴിയുക അല്ലേ? പണ്ടൊക്കെ നമുക്കൊക്കെ അറിയാലോ, നമ്മുടെ കുട്ടികൾ, നമ്മളൊക്കെ ഖുർആൻ ഓതിയിരുന്ന, മദ്രസയിൽ പോയിരുന്ന കാലത്ത് നമ്മൾ പഠിച്ചത് ഓതുന്ന സമയത്ത് ആ ശബ്ദം, നമ്മൾ ഓതുന്ന ശബ്ദം കേൾക്കുന്ന വീട്ടിന്റെ പരിസരത്ത് എവിടെയും വേറെ ഒരു വർത്താനം ഉണ്ടാവാൻ നമ്മളെ വാപ്പാരും വല്യപ്പാരും ഉമ്മാരും വല്യന്മാരും സംഭവിച്ചിരുന്നില്ല. അങ്ങനെ തന്നെ ഇന്ന് കുട്ടികൾ ഖുർആൻ കൊണ്ട് മിണ്ടാതിരുന്നോട് എന്നാ പറയാ. ഇന്ന് നമ്മൾ വാപ്പയും വല്യപ്പയും ആയപ്പോൾ നമ്മൾ എന്താ പറഞ്ഞത്? ഖുർആൻ ഓതുന്ന കുട്ടികളോട് അപ്പുറത്തെ റൂമിൽ പോയി ഓതിക്കോന്നാ പറയാ അല്ലേ? ഒന്നും പറയാതിരിക്കാൻ വയ്യ. കാരണം നമുക്ക് ഇവിടെ രാഷ്ട്രീയം പറയാനുണ്ട്. LDF ജയിക്കോ, UDF ജയിക്കോ, NDA എത്ര സീറ്റ് കിട്ടും, നമ്മളിവിടെ എന്താകും എന്നതാണ് നമ്മളുടെ ഇപ്പോഴത്തെ ചർച്ച. നമുക്ക് ചർച്ച ചെയ്യാനുള്ളതൊക്കെയും ചർച്ച ചെയ്യേണ്ടതാണ്. പക്ഷെ അതൊന്നും എന്തായിക്കൂടാ. നമ്മൾ പറയുന്ന ആ അല്ലാഹു അക്ബർ ഉണ്ടല്ലോ, അതിന് വിരുദ്ധമായിക്കൂടാ. എന്താ അതിന്റെ അർത്ഥം? എനിക്ക് മറ്റെന്തിനേക്കാൾ വലുത്, അങ്ങനെയല്ലേ? എനിക്ക് മറ്റെന്തിനേക്കാളും വലുത് അല്ലാഹു ആകുന്നു എന്നതാണ് അല്ലാഹു അക്ബറിന്റെ അർത്ഥം. അതിന് വിരുദ്ധമാകുന്ന യാതൊന്നും ഉണ്ടായിക്കൂടാ അല്ലേ? മനുഷ്യകുലത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ ആദരിക്കേണ്ടത്, ബഹുമാനിക്കേണ്ടത് എന്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാകുന്നു അല്ലേ? നമുക്ക് ഓരോരുത്തർക്കും നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മുടെ നബിയാണ്. പിന്നെയാണ് നമ്മുടെ നബി ലോകത്തിന്റെ നബിയാവുന്നത്, അള്ളാന്റെ നബിയാവും. ആദ്യം ആര് നബിയാ? ഇന്ത്യ നബിയാണ്. അപ്പൊ ഇന്ത്യ നബിയോട് ഞാൻ പാലിക്കേണ്ടുന്ന മര്യാദകൾ, ആദരവുകൾ, ബഹുമാനങ്ങൾ ഞാൻ പാലിക്കണം എന്നതാണ് തഖ്വയുടെ ലക്ഷണം എന്നാണ് ഈ പറഞ്ഞതിന്റെ സാരം.
അങ്ങനെ ഒതുക്കി പിടിക്കാൻ സാധിച്ചാൽ അതിന്റെ ഗുണം എന്താണ്? നേരെ ഓപ്പോസിറ്റ്, ശബ്ദം ഉയർത്തുന്നവരുടെ അപകടം എന്താണ്? അന്തഹബത്ത അമാലക്കും, കർമ്മഫലങ്ങൾ നിഷ്ഫലമാകും. ഒതുക്കി പിടിക്കുന്നവർക്കോ? ഒതുക്കി പിടിക്കുന്നവർക്കും നോക്കുകയാണെ ഉലായിക്കല്ലദീന ഇംതഹനല്ലാഹു ഖുലൂബഹും ലിത്തഖ്വാ ലഹും മഗ്ഫിറത്തുൻ. അങ്ങനെ ഒരു ശീലം അവർ വളർത്തിക്കൊണ്ടുവന്നാൽ അതിന്റെ ഫലമായി ലഹും അവർക്ക് ലഭിക്കും മഗ്ഫിറ, അവരിൽ നിന്ന് വന്നുപോയ വീഴ്ചകൾക്ക് മാപ്പ് ലഭിക്കും. സുബ്ഹാനല്ലാഹ്. ഒന്ന് ആലോചിച്ച് നോക്കാണ്. അവർക്ക് അവരുടെ വീഴ്ചകൾക്ക്, പാപങ്ങൾക്ക്, തെറ്റുകുറ്റങ്ങൾക്ക് മാപ്പ് കിട്ടുവാൻ പറ്റുന്ന മഹത്തായ ആരാധനയാണ്, മഹത്തായ പുണ്യപ്രവർത്തനമാണ് നിബിതങ്ങളുടെ വാക്കുകൾക്ക് മുമ്പിൽ ഒതുക്കം പ്രകടിപ്പിക്കുക, അച്ചടക്കം പാലിക്കുക എന്നത്. കഴിയില്ല. വഅജ്റുൻ അളീം, മഹത്തായ പ്രതിഫലവും കിട്ടും. അപ്പുറത്ത് എടുത്ത പണിയുടെ കൂലി പോകും അല്ലേ? ഇവിടെ എടുത്ത പണിക്കൊക്കെയും ഏറ്റവും മെച്ചപ്പെട്ട പ്രതിഫലം കിട്ടും. നമ്മൾ ഇപ്പൊ ഏത് ഗണത്തിലാണ് ഉൾപ്പെടുക എന്നത് നമ്മൾ ആലോചിക്കേണ്ടത്. ഇപ്പൊ ഓക്ക് പോയാൽ എന്താണ് സംഭവിക്കാതിരിക്കുന്നത്? മോദി വരാൻ പോകാം അല്ലേ? എന്തുമാവാം. നമ്മളെ സംബന്ധിച്ച് നമ്മുടെ പരലോകം പോകുമോ പിന്നെ കിട്ടുമോ എന്നതാവണം നമ്മുടെ പരിഗണന. അത് നഷ്ടപ്പെടുന്ന രൂപത്തിലുള്ള വാക്കും വേണ്ട, പ്രവൃത്തിയും വേണ്ട, ചിന്തയും വേണ്ട, സ്വഭാവവും വേണ്ട, വിശ്വാസം വേണ്ട, പെരുമാറ്റം വേണ്ട, ഒന്നും വേണ്ട. അത് കിട്ടാൻ എന്താണോ മാർഗം അതൊന്നും നമ്മൾ ഒഴിവാക്കുകയും ഇല്ല എന്ന് തീരുമാനിക്കണം. അതിനിടക്ക് ആര് വന്നാലും വേണ്ടിയില്ല, ആര് പോയാലും വേണ്ടിയില്ല. വരാനുള്ളവരൊക്കെ വരും, പോകാനുള്ളതൊക്കെ പോകും. ആ മേഖലയിലൊക്കെയും നമ്മൾ പാലിക്കേണ്ടുന്ന നിലപാടുകൾ പോലും നമ്മളെ പഠിപ്പിച്ചു തന്നത് മുത്ത് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് അല്ലേ? അപ്പോൾ എവിടെയും എന്തുണ്ട്? ഇസ്ലാമും അതിന്റെ വേദഗ്രന്ഥങ്ങളും അതിന്റെ നബിയും നമുക്ക് അതിന്റെ ഒക്കെ മുമ്പിൽ മാതൃകയായിട്ട് ഉണ്ട്. അപ്പൊ ആ വിഷയത്തിലേക്ക് നമ്മൾ പോകേണ്ടത് ഈ രണ്ട് ആയത്തുകൾ നിങ്ങളൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ച് വായിച്ചു നോക്കുക. ഇത് ആ രണ്ടാമത്തെ ആയത്തും മൂന്നാമത്തെ ആയത്തും ഒന്ന് പിന്നെയും ഒന്ന് മനസ്സിലിട്ട് ഒന്ന് ഉരുട്ടി നോക്കുക. യാ അയ്യുഹല്ലദീന ആമനൂ ലാ തർഫഉ അസ്വാതകും ഫൗക സൗതി നബി വലാ തജ്ഹറു ലഹു ബിൽ ഖൗലി കജഹരി ബഅദികും ലിബഅദി. അതിന്റെ ഫലം അന്തഹബത അഅമാലക്കും. രണ്ടാമത്തെ ആയത്ത് ഇന്നല്ലദീന യഗുദ്ദൂന അസ്വാതഹും ഇൻദ റസൂലില്ലാഹ് ഉലായികല്ലദീന ഇംതഹനല്ലാഹു ഖുലൂബഹും ലിത്തഖ്വ. അതിന്റെ ഫലം ലഹും മഗ്ഫിറത്തും വഅജ്റുൻ അദീം. നമുക്ക് നമ്മുടെ കർമ്മഫലങ്ങൾ വേണമോ വേണ്ടയോ എന്ന് നമ്മൾ തീരുമാനിക്കുക. നമ്മുടെ കഴിഞ്ഞകാല ജീവിതത്തിൽ വന്ന വീഴ്ചകൾക്ക് മാപ്പ് വേണമോ വേണ്ടയോ എന്നത് നമ്മൾ തീരുമാനിക്കുക. നമ്മുടെ സൽക്കർമ്മങ്ങൾക്കെല്ലാം ഏറ്റവും മഹത്തായ പ്രതിഫലം നൽകാമെന്ന് അള്ളാഹു വാഗ്ദത്തം ചെയ്തിരിക്കുന്ന ആ സ്വഭാവം ഞാൻ നിലനിർത്തണോ വേണ്ടയോ എന്ന് ഞാൻ ആലോചിക്കുക എന്നതാണ് ഈ രണ്ടായത്തുകളിൽ നിന്ന് നമ്മളെ പഠിപ്പിക്കേണ്ടുന്ന, മറ്റുള്ളവരെയല്ല, നമ്മുടെ മനസ്സിനെ സ്വയം പഠിപ്പിക്കേണ്ടുന്ന രണ്ട് കാര്യങ്ങൾ ഈ രണ്ടായത്തിലാണുള്ളത്. ഇതുകൊണ്ടുകൂടിയാണ് അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, അത് മുഫസ്സിറുകൾ പറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് നബിയുടെ സദസ്സിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലം കഴിഞ്ഞതിന് ശേഷം ഖിയാമത്ത് നാൾ വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനങ്ങൾ പറയുന്ന സദസ്സുകളിലും, ഖുർആനും ഹദീസും സംസാരിക്കുന്ന സദസ്സുകളിൽ ആ ശബ്ദം അത് ഞാനാണ് പറയുന്നത്. പക്ഷേ ഞാൻ ആരുടെ വാക്കാണ് പറയുന്നത്? ഞാൻ പറയുന്നത് ഒന്നുകിൽ അല്ലാഹുവിന്റെ വാക്കാണ്, അല്ലെങ്കിൽ നബി തങ്ങളുടെ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കാണ്. അപ്പൊ എനിക്കുള്ളതല്ല ആദരവ്. പിന്നെയോ ആ ആദരവും ബഹുമാനവും പരിഗണനയും അള്ളാഹുവിനും റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കുമാണ്. അതിനിടയിൽ നമ്മളുടേതായ മറ്റു മേഖലയിലേക്ക് പോവുകയാണെങ്കിൽ, ശ്രദ്ധ തിരിക്കുകയാണെങ്കിൽ നമുക്ക് ഇതിനോട് താല്പര്യമില്ല എന്നാണ് അതിന്റെ അർത്ഥം. അപ്പോൾ നിങ്ങൾ പിന്നെ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ ഉറക്കം വരികയാണെങ്കിൽ നബി തങ്ങൾ എന്താ നമ്മളോട് പറഞ്ഞത്? നിർത്തിക്കളിനാണ്, ഓത്ത് നിർത്തിക്കളി അല്ലേ? ഖുർആൻ പാരായണം ചെയ്യുന്നിടത്ത് നിങ്ങളുടെ മനസ്സിന് കോൺസെൻട്രേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടില്ലെങ്കിൽ, ആ ഏകാഗ്രത ശ്രദ്ധ കൊടുക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ നിർത്തിക്കളാന്നാണ്. എന്താ അതിന്റെ അർത്ഥം? അലസമായി കൈകാര്യം ചെയ്യേണ്ടതല്ല ഖുർആനും സുന്നത്തും എന്നാണ് അല്ലേ? അലസമായി കൈകാര്യം ചെയ്യേണ്ടതല്ല, പൂർണ്ണ മനസ്സോടെ
പൂർണ്ണ അർപ്പണ ബുദ്ധിയോടെ പൂർണ്ണ ആദരവോടുകൂടി സമീപിക്കേണ്ടുന്ന നമ്മുടെ മഹത്തായ രണ്ട് പ്രമാണങ്ങളാണ്, അല്ലെങ്കിൽ രണ്ട് വഴികാട്ടികളാണ് ഖുർആനും സുന്നത്തും. അപ്പൊ ആയത്തുകൾ, ഇപ്പൊ ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഖുർആനിലെ ഒരു സംഗതിയും ചില പ്രത്യേകമായ കാര്യങ്ങൾ മാത്രമല്ലാതെ ഖുർആനിലെ ഒരു സംഗതിയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തേക്ക് മാത്രമുള്ളതല്ല. ഇത് എക്സാമ്പിൾ പറഞ്ഞാല് ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നബിയെ പറയുക അള്ളാഹു ഏകനാണെന്നതാണ് ഏറ്റവും മഹത്തായ കാര്യം. അതിൽ നമുക്ക് എന്താ കാര്യം? അതിൽ നമുക്ക് എന്താ കാര്യം? നമ്മളതിന് നബിയെ പറയുക എന്നാണ് അർത്ഥം പറയുന്നത് എങ്കിൽ നമുക്ക് എന്താ കാര്യം? നിങ്ങൾ ആ തഫ്സീറുകൾ ഏതാണെങ്കിലും തൊട്ട് വായിച്ചു നോക്കുക. നബിയെ എന്നത് ബ്രാക്കറ്റ് ചെയ്തിട്ടുണ്ടാകും അല്ലേ? നബിയെ എന്നത് ബ്രാക്കറ്റിലാണ്. കാരണം എന്താ? ഇതിന്റെ ആദ്യ അഭിസംബോധന നബിയോടായിരുന്നു എന്നതാണ് അത് സൂചിപ്പിക്കുക. പിന്നുള്ളതോ പറയുക ആരോടാണ്? മുമ്പിൽ, തൊട്ട് മുമ്പിൽ നിൽക്കുന്ന ഒരാൾക്ക് കൊടുക്കുന്ന കൽപ്പനാ രൂപമാണ് കുൽ എന്നത്. ഒരു അമ്രാണ്. അമ്ര മുമ്പിൽ നിൽക്കുന്ന ഒരാളോടുള്ള കൽപ്പന. അപ്പൊ ഞാനാണ് ഖുർആൻ ഓതുന്നത് എങ്കിൽ കുൽ എന്ന് പറയുന്നത് എന്നോടാണ്. പുടിയോ? അപ്പൊ നബിയെ എന്നത് ബ്രാക്കറ്റ് ഒഴിവാക്കി മനസ്സിലാക്കിയാൽ നമുക്ക് ഖുർആനിൽ അധികം കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. നമുക്കറിയാവുന്ന അക്ഷരങ്ങളുടെ പദങ്ങളുടെ അർത്ഥങ്ങൾ വെച്ച് മാത്രം നോക്കുകയാണെങ്കിലും നമുക്ക് ഖുർആനിൽ അധികം കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അലം തറ കൈഫ ഫഅല റബ്ബുക അസ്ഹാബിൽ ഫീൽ എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? ആനപ്പടയെ കൊണ്ട് ഞാൻ എന്ത് ചെയ്തു എന്ന് നബിയെ താങ്കൾ കണ്ടുപോന്ന ഒറ്റ ചോദ്യം പറഞ്ഞ ഉത്തരം എന്താ? ഞാൻ കണ്ടില്ല അല്ലേ? ഞാൻ കണ്ടില്ല എന്ന് പറഞ്ഞാല് കാര്യം കഴിഞ്ഞ്. അപ്പൊ അവിടെ അലം തറ എന്ന് പറഞ്ഞാൽ എന്താ? താങ്കൾ കണ്ടുപോ എന്നാണ് ആ ഭാഷാപരമായ ചോദ്യമെങ്കിലും താങ്കൾക്കറിയില്ലേ എന്നാണ്. താങ്കൾക്കറിയില്ലേ? അത് നമുക്കറിയില്ല. അത് നമ്മളോട് കൂടിയല്ലേ. തബദിയദ അബീ ലഹബ് എന്ന അബൂലഹബിന്റെ മൗലൂദ് ഓതാൻ വേണ്ടിയിട്ടുണ്ടായതല്ലല്ലോ. പിന്നെ അതിലുള്ളതാ അബൂലഹബിന്റെ സ്വഭാവം ലോകത്താർക്ക് വിശുദ്ധ ഖുർആനും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും എതിരെയുണ്ടെങ്കിലും അവർക്കെല്ലാവർക്കും നേരിടാനിരിക്കുന്നത് അബൂലഹബിന്റെ അനുഭവമാണ് എന്ന താക്കീതാണ്. അപ്പൊ ആ അർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പാലിക്കേണ്ടുന്ന മര്യാദകൾ ലോകാവസാനം വരെയുള്ള മുസ്ലിമീങ്ങൾക്ക് ബാധകമാണ്. ഓക്കെ, ഇനി അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ചരിത്ര സംഭവത്തിലേക്ക് പോവുകയാണ്. അതിൽ നമുക്ക് കുറച്ചുകൂടെ ഗൗരവമുള്ള ഒരു സംഗതി ഉണ്ടാകും. അതെന്താ സംഗതി? ഇന്നല്ലദീന യുനാദൂനക മിൻ വറാഇൽ ഹുജറാത്തി അക്തറുഹും ലാ യഅഖിലൂൻ എന്നാണ്. ഇന്നല്ലദീന ഒരു കൂട്ടം ആളുകൾ നബിയെ യുനാദൂനക മുകളിൽ പറഞ്ഞ ഈ മര്യാദകളൊന്നും പാലിക്കാതെ താങ്കളെ ഒച്ചയെടുത്ത് വിളിക്കുന്നുണ്ട്. നാദ എന്ന് പറഞ്ഞാൽ ഒച്ചയെടുത്ത് വിളിക്കുക എന്നാണ് അതിന്റെ അർത്ഥം. എവിടെ നിന്ന്? മിൻ വറാഇൽ ഹുജറാത്തി, അങ്ങയുടെ ഭാര്യമാർ താമസിക്കുന്ന വീടുകളുടെ പിന്നിൽ നിന്ന് അങ്ങയെ മുഹമ്മദേ 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 എന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം ഉറക്കെ വിളിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട് ഒരു വിഭാഗം ആളുകൾ. എന്നിട്ട് അല്ല വെള്ളം തരങ്ങള് അക്സറുഹും എന്തോ ഒരു സ്നേഹം ഉണ്ടാക്കി നമ്മളോട് നോക്കാൻ. അങ്ങനെ ഒരു വിളിക്കൂല. പിന്നെ ഒരു വിളിക്കാരെന്താ കാരണം തരുമോ? അക്സറുഹും അവരിൽ അധികം ആളുകൾക്കും ലായകലും ബുദ്ധിയില്ലാത്ത ആൾക്കാരാണ്. വിവരമില്ലായ്മ കൊണ്ട് വിളിക്കുക. ഇപ്പൊ ആദ്യം മനസ്സിലാക്കേണ്ട എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശബ്ദ സദസ്സിൽ ഒച്ചയും വിളിയും ഉണ്ടാക്കുന്നവർ അത് ചെയ്യുന്നത് പാടില്ലാത്ത കാര്യമാണ് എന്ന് വിവരമില്ലായ്മ കൊണ്ടാണ് അല്ലേ? ഇനി പക്ഷെ നമ്മൾ ഈ ആയത്ത് പഠിച്ച് ഇനി നമ്മളത് ചെയ്യാൻ പാടുണ്ടോ? ഇല്ല. ഇനി ഇത് സംഭവം എന്താണ് ഞാൻ പറയാം. തമീം ഗോത്രക്കാർ മദീനയുടെ പ്രാന്തപ്രദേശങ്ങളിൽ താമസിക്കുന്ന ബദ്വികളാണ്, അറാബികൾ, ഗ്രാമീണ അറബികൾ. അറാബികളെ സംബന്ധിച്ച് ഖുർആൻ പറഞ്ഞത് എന്നാൽ അറാബു അശദ്ദു കുഫ്റൻ വനിഫാഖൻ വഅജ്ദറു അല്ലാ യഅലമു ഹുദൂദ മാ അൻസലല്ലാഹ് എന്നാണ്. ഗ്രാമീണ അറാബികൾ, ബദ്വികൾ, അവർക്കാണ് മനസ്സിന് കൂടുതൽ പരുഷമുണ്ടാവുക, കൂടുതൽ കടുത്ത മനസ്കരും പരുഷ സ്വഭാവികളും. അതുകൊണ്ട് തന്നെ കുഫർ കൂടുതലുള്ളതും നിഫാഖ് കൂടുതലുള്ളതും അവരാണ്. അൽ അറാബു അശദ്ദു കുഫ്റൻ വനിഫാഖൻ.
അതിന്റെ കാരണം എന്താ? അജ്ദറു അല്ലാ യഅലമൂ ഹുദൂദമാ അൻസലല്ലാ. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് അതാത് സമയങ്ങളിൽ അവതരിപ്പിക്കുന്ന നിയമനിർദ്ദേശങ്ങൾ അറിയാത്ത ജീവിതം നയിക്കുന്നവരാണ് അവർ എന്നതുകൊണ്ട് അവരുടെ സ്വഭാവം അങ്ങനെ ആവാനാണ് കൂടുതൽ സാധ്യതയും. എന്ന് പറഞ്ഞാല് നാടുമായി ബന്ധമില്ല, നഗരങ്ങളുമായി ബന്ധമില്ല, അവനവന്റെ ആടും കുറച്ച് ഒട്ടകങ്ങളുമായിട്ട് ഇപ്പോഴും ഈ ബതുക്കൾ എന്ന് പറയുന്ന ആളുകൾ, ഗൾഫിലൊക്കെ ജീവിച്ച ആളുകൾക്ക് അവരെ കാണാൻ കഴിയും അല്ലേ? ഇപ്പോൾ പോലും മിക്കവാറും GCCകളിൽ അവിടുത്തെ മുറൂറിന് ട്രാഫിക് പോലീസ് നിയമങ്ങൾക്ക് യാതൊരു വിലയും കൊടുക്കാത്തൊരു വർഗം ഇപ്പോഴും അവരാണ്. അവരവരുടെ സൗകര്യം പോലെ പോകും. അവർക്ക് ഒരു നിയമം ഉണ്ടാവില്ല. ആ ഓണടിക്കാൻ പാടില്ലാത്ത ഓണടിക്കും. ട്രാഫിക് ബ്ലോക്കുകളിലോടുത്ത് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ട് ഓരോരോ സൗകര്യത്തിന് പോകും. ആ ഒരു പ്രശ്നം അവർക്കില്ല. അവരുടെ കണ്ടാൽ മറ്റവർക്ക് മനസ്സിലാകും, മുറൂറിന് മനസ്സിലാകും, പോലീസിന്. അവർ കണ്ണാടി ചെയ്യുമ്പോൾ അല്ലാണ്ട് ഒരു രക്ഷയില്ല. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. ഞാൻ വരെ ഒരിക്കൽ പെട്ടുപോയതാണ്. ജീവൻ പണയം വെച്ചിട്ട് നമ്മളെ ശരിക്കും ഇന്നാലില്ലാന്ന് പറയേണ്ടി വന്നൊരു സമയം. പിന്നെ എൻ്റെ ഒരു ടീമുമായി ഞാൻ നൂർ പർവ്വതത്തിൽ നിന്ന് ഹിറാ ഗുഹയിൽ നിന്ന് താഴെ ഇറങ്ങി വരുമ്പോ ഒരു ടാക്സി കിട്ടി. നോക്കുമ്പോ അയാളൊരു പദവിയാണ്. എല്ലാവർക്കും 10 റിയാൽ കൊടുക്കണം. അപ്പൊ നമ്മളവിടെ പെശകി 5 റിയാലാണ് കൊടുക്കാൻ പോണത്. ഇയാൾ പറഞ്ഞു പക്ഷെ സലാത്ത റിയാൽ മതി, 3 റിയാൽ മതി. നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് കയറുമല്ലോ. അങ്ങനെ ഞങ്ങൾ 5 ആള് കയറിയപ്പോ അയാൾ 2 ആളെയും കൂടെ ഇടിച്ചു കയറ്റി. 7 ആള്. എന്നിട്ട് മൂപ്പരൊരു വരവുണ്ട് വരികയാണ്. ആരും വൈകിട്ട് ഒരു വരവുണ്ട് വന്നിട്ട് ആ പിന്നെ ഖദീജ റളിയല്ലാഹു അൻഹയുടെ ഖബറിസ്ഥാനുള്ള മുഅല്ല ഖബറിസ്ഥാനിന്റെ അവിടെ ട്രാഫിക് ബ്ലോക്കിൽ വന്നിട്ട് 4 ഭാഗത്തും റോഡ് ബ്ലോക്ക്, ട്രാഫിക് സിഗ്നൽ ഇങ്ങനെ നിൽക്കണ്. ഇയാൾ അതിൻ്റെ ഇടയിൽ കൂടെ നമ്മുടെ നാട്ടിലെ ഓട്ടോറിക്ഷക്കാരൻ കൊണ്ടുവന്ന പോലെ ഇങ്ങനെ കുത്തിക്കറിച്ച് കൊണ്ടുപോയിട്ട് ഏറ്റവും മുമ്പിൽ കൊണ്ടുപോയിട്ട് 4 ഭാഗത്തേക്കൊന്നും നോക്കി വണ്ടി വരുന്നുണ്ടോന്നില്ല. മുബരണ്ട് പോയി. ഞങ്ങള് റെഡ് സിഗ്നലില്ല. മുബരണ്ട് പോയപ്പോ മുറൂർ അപ്പുറത്തും കൂടെ ഒരു തിരിഞ്ഞിരുന്നു. പുറത്തിറങ്ങിയിട്ട് ഞാൻ ചോദിച്ച് നമ്മൾ കൂട്ടുകാരനോട്, അവിടുത്തെ ഗൈഡിനോട്, എന്താ അങ്ങനെ? ഓൻ പദവിയാണ്, ഓനെ പിടിച്ചാൽ കിട്ടില്ല. ഓനെ പിടിച്ചാൽ കിട്ടൂല. ഓനിവിടെ ഒരു നിയമം ഉണ്ടാവില്ല. ഓനെ ജയിലിൽ കൊണ്ടുപോയിട്ടാ പോലീസ് കൊണ്ടുപോയിട്ടാലും ഓൻ പിറ്റേസ് ഇറങ്ങിപ്പോലും ഓനെ വിട്ടാടി പറയും. ഹുക്കൂമത്തും പറയും. എന്താ കാരണം? അല്ല അറാബു അശദ്ദു കുഫ്റൻ വനിഫാഖൻ വഅജ്ദറു അല്ലാ യഅലമു ഹുദൂദ മാ അൻസലല്ലാഹ്. നമ്മുടെ നാട്ടിലെ ആദിവാസി സമൂഹത്തിന്റെ സ്വഭാവം തന്നെയല്ലേ. ഏകദേശം നിയമങ്ങൾ ബാധകമായിട്ട് അവർക്കത് അറിയില്ല. അവരുടെ ജീവിതം വേറൊരു ലോകമാണ്. അതുകൊണ്ടാണ്. അല്ലാണ്ട് അവർ മോശക്കാരായതുകൊണ്ടോ വേറൊന്നുമില്ല. അവരൊരു ജീവിതത്തിന്റെ പരുക്കൻ മേഖലകളെ മാത്രം അഭിമുഖീകരിക്കുന്ന ആളുകളാണ്. അപ്പൊ ഇവരിൽപ്പെട്ട വിഭാഗമാണ് തമീം ഗോത്രക്കാർ. അവര് എന്തോ സഹായം ചോദിക്കാൻ വേണ്ടിയിട്ടാണ്, ദീന് പഠിക്കാൻ വേണ്ടിയിട്ടൊന്നല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് എന്തോ സഹായം കിട്ടാൻ വേണ്ടിയിട്ടാണ് അവര് മദീനയിൽ വരുന്നത്. പള്ളിയിൽ വന്നു നോക്കും, നബി അന്വേഷിച്ച് നോക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വീട്ടിൽ കിടന്നുറങ്ങാൻ പോയതാണ്. അപ്പാണ്ട് വിളി തുടങ്ങി. ഇവിടുന്ന് തന്നെ വിളി തുടങ്ങി. ഓരോ വീടിന്റെയും മരത്ത് പോയിട്ട് വാതിൽപ്പ് മുട്ടിട്ട് അങ്ങോട്ട് വിളി തുടങ്ങി. നമുക്ക് അങ്ങനെ വിളിക്കാതിന്റെ ബേജാറാട്ടോ. കാരണം നേരം പറഞ്ഞത് ആ ജാതി വിളി വന്നില്ലാതാ. അപ്പോ ഇവര് വിളിച്ച് ഒരു കുടുംബത്തില് ഗോത്രത്തില് കണ്ടമാൻ ആളുകളല്ലേ വന്ന് മദീന ആ കൊച്ചിമുടയിൽ ഇറങ്ങി വന്ന്. നബി പക്ഷെ വന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സാധാരണ ഒരിക്കലും ആയാത്ത പുഞ്ചിരിയോട് കൂടിയാണ്. അത് കണ്ടപ്പോ ഇവരെ പ്രശ്നങ്ങളൊക്കെ തീർന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടപ്പോ ഇവരുടെ എല്ലാ പ്രശ്നങ്ങളും തീർന്നു. ഇവർ ഭയങ്കര സന്തോഷവാന്മാരായി. പക്ഷെ അവരുടെ ഇടപെട്ടത് അങ്ങനെയായി. അവര് ഇടപെട്ടത് ഈ കൂക്കും വിളിയുള്ള സ്വഭാവമാണ്. ഒന്നും വേണ്ട, ആരെയും കുറ്റം പറയില്ല. നമ്മളെ 2 തമിഴ്നാട്ടിലെ ഒരു 5-6 സഹോദരന്മാർ ഒരിടത്ത് നിന്ന് വർത്താനം പറയുകയാണെച്ചാൽ നമുക്ക് എന്താ ഊണ അവിടെ എന്തോ കച്ചറ ഉണ്ടാവുന്നില്ലേ? അത് അവര് കൾച്ചർ അങ്ങനെയാണ്. അങ്ങനെ കുട്ടിയാ മതിയാണ്. വെറുതെ വെച്ച് നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. വർത്താനം മര്യാദക്ക് സംസാരിക്കാൻ അറിയില്ല അവർ. അപ്പൊ ഇന്നല്ലദീന യുനാദൂലക്കും വറായില ഹുജറാത്തി അക്തറുഹുല്ലായ യഖീലൂനല്ലാഹ്. അവർക്ക് അതിനകത്തുള്ള വിവരമില്ല. അത് നമ്മൾ ഉന്നത ശ്രേണിയിൽ നിൽക്കുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം കൂടെയാണ്. ഒച്ചയും പുളിയും കേൾക്കുന്നിടത്തുനിന്ന് അവരൊക്കെ കൂടെ മോശക്കാരാണ് എന്ന് വിലയിരുത്തുന്നതിന് പകരം അവർക്ക് ആ കാര്യത്തിൽ വിവരമില്ലായിട്ടായിരിക്കും എന്ന ഒരു വാത്സല്യവും ദയയും കലർന്ന ഒരു ചിന്താഗതി പലപ്പോഴും പല പ്രശ്നങ്ങൾക്കും പരിഹാരമാണ്.
പലപ്പോഴും പല പ്രശ്നങ്ങൾക്കും അത് പരിഹാരമാണ്. ഇനി അതല്ല, അത് കച്ചറ ഉണ്ടാക്കാനായിട്ടുള്ള ഒരു ടീമാണ് എന്ന് വെച്ചാൽ അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് എന്താ? വൈദാഹാത്ത ബഹുമുൽ ജാഹിലൂന അല്ലേ കാലു സലാമ, മെല്ലാണ്ട് അവിടുന്നാണ് കടന്നു പോകും. വല്ലദീനലായ യശ്ഹദൂന സൂറ വൈദാ മർറൂ ബില്ലഗ്വി മർറൂ കിറാമ. അങ്ങനെ വല്ല വൃത്തികേടുകളും കണ്ടാൽ അവിടുന്ന് അങ്ങനെ അവനവന്റെ അന്തസ്സ് സംരക്ഷിച്ച് മെല്ലാണ്ട് കടന്നു പോകും. അതല്ലാണ്ട് നമ്മൾ ആളുകളൊക്കെ കൂടെ കൂടിയിട്ട് അവരൊക്കെ കൂടെ മോശക്കാരാണ് എന്ന് വിലയിരുത്തുന്നത് കൊണ്ട് നമുക്ക് ഗുണമൊന്നുമില്ല. നമുക്ക് ഗുണമുള്ള നിലപാട് എന്താണ് എന്ന് ഇന്ന ഹാദൽ ഖുർആന യഹ്ദീലില്ലതീ അഖ്വം. വല്ലാത്തൊരു വാചകത്തെ നോക്കാണി. ഇന്ന ഹാദൽ ഖുർആന യഹ്ദീലില്ലതീ അഖ്വം. ഒരു മുസൽമാൻ സ്വീകരിക്കേണ്ടുന്ന ഏറ്റവും ഉന്നതമായ നിലപാട് എന്താണോ അത് ഖുർആൻ നിങ്ങളെ പഠിപ്പിച്ചു തരും എന്നാണ്. സുബ്ഹാനല്ലാഹ്, അത് ഖുർആൻ നിങ്ങളെ പഠിപ്പിച്ചു തരും. ഹുവല്ലദീ യുനസ്സിലു അലാ ആയാതിഹി അലാ അബ്ദിഹി ആയാതിൻ ബയ്യിനാതിൻ ലിയുഖ്രിജകും മിനൽ-ളുലുമാതി ഇലൻ-നൂർ വഇന്നല്ലാഹ ബികും ലറഊഫുർ റഹീം എന്ന സൂറത്ത് ഹദീദ് പറഞ്ഞത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് തന്റെ അടിയാന്റെ മേൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പരിശുദ്ധ ഖുർആനിലെ വചനങ്ങൾ അവതരിപ്പിച്ചത്. എന്തിനാണെന്നറിയോ? ലിയുഖ്രിജകും മിനൽ-ളുലുമാതി ഇലൻ-നൂർ, നിങ്ങൾ അകപ്പെട്ട എല്ലാ തരത്തിലുള്ള അജ്ഞതകളിൽ നിന്നും അറിവില്ലായ്മകളിൽ നിന്നും നിങ്ങളെ യഥാർത്ഥ വെളിച്ചത്തിലേക്ക് കൈപിടിച്ചുയർത്താൻ വേണ്ടിയാണ് ഈ ആയത്തുകൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്തിട്ടുള്ളത്. എന്തുകൊണ്ട് അങ്ങനെ കൊടുത്തു എന്ന് വെച്ചപ്പോൾ പറഞ്ഞെന്തറിയോ? വഇന്നല്ലാഹ ബികും ലറഊഫുർ റഹീം. അള്ളാഹുവിന് കാരണം അള്ളാഹുവിന് നിങ്ങളോട് അങ്ങേയറ്റത്തെ വാത്സല്യമുണ്ട്, അങ്ങേയറ്റത്തെ കാരുണ്യമുണ്ട്. അതുകൊണ്ടാണെന്ന ഇതൊക്കെ കൂടെ ഇങ്ങനെ ഖുർആനെ കുറിച്ചിട്ട് നിങ്ങളൊന്ന് വായിച്ചു നോക്കുകയാണെങ്കിൽ നമ്മളെ സംബന്ധിച്ച് ഖുർആൻ അള്ളാഹു പറയുന്ന ഖുർആനിന്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്, അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം എന്ന് ഖുർആനിലെ വചനങ്ങൾ നമ്മളെ ബോധ്യപ്പെടുത്തും. അപ്പൊ ഈ സംഗതി നിങ്ങൾ അങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്. ഇന്നല്ലദീന യുനാദൂനക മിൻ വറാഇൽ ഹുജറാത്തി അക്സറുഹും ലാ യഅഖിലൂൻ. ഈ ആയത്തിലെ ഈ ഹുജറാത്ത് എന്ന പദമാണ് ഈ സൂറത്തിന്റെ പേര്. അത് നമ്മൾ പറഞ്ഞിരുന്നല്ലോ അല്ലേ? ഈ സൂറത്തിന്റെ പേര് ഹുജറാത്ത് എന്ന് വരാൻ കാരണം 9 വീടുകൾ നബിയുടെ 9 ഭാര്യമാർ താമസിച്ചിരുന്ന വേറെ ഇല്ലില്ല മസ്ജിദ് നബവിയുടെ 3 ഭാഗങ്ങളിലായി 9 വീടുകൾ ഉണ്ടായിരുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാർക്ക് താമസിക്കാനുള്ളതായിരുന്നു. ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ വിവാഹിതയാകുന്നത് വരെ ഈ എല്ലാ വീടുകളിലും മാറി മാറി താമസിച്ചിരുന്നു. അവർക്ക് ഇഷ്ടമുള്ളിടത്ത് അവർ പോയി താമസിക്കും. അവരെല്ലാവരുടെയും മോളാണ്. അവരവർക്ക് ഇഷ്ടമുള്ള നബിയുടെ ഭാര്യമാരുടെ കൂട്ടത്തിൽ ആരാണോ അവര് എല്ലാവരും കൂടി അവർക്ക് വേണ്ടി പിടിവലി ഉണ്ടായിരുന്നു എന്നൊക്കെ, മോളും കിട്ടുക മോളൊന്നും കിട്ടുക എന്ന് പറഞ്ഞ് പിടിവലി ഉണ്ടായിരുന്നു എന്നൊക്കെ അതുമായി ബന്ധപ്പെട്ട ചരിത്രം കാണാം. പക്ഷെ ഇതൊക്കെ കൂടെ പറഞ്ഞാലും ഈ വീടിന്റെ ചരിത്രം ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു അല്ലേ? അത്രയും ലളിതമായ ജീവിതമായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നയിച്ചിരുന്നത് എന്നത് കൂടെ ഈ ഹുജറാത്ത് എന്ന പദത്തിൽ നിന്ന് മനസ്സിലാക്കണം. ഹുജറത്ത് എന്ന് പറയുമ്പോൾ തന്നെ അതിനർത്ഥം ഒരു മുറി അല്ലെങ്കിൽ ഒരു റൂം എന്നാണ് അതിന്റെ അർത്ഥം വരിക. ആ ഒരു റൂം എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നത് പഴയ നമ്മളാ 8-2 10-4 എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വരണ്ടായിരുന്നല്ലോ, അതിലുണ്ടായിരുന്ന ഓരോ വീടിന്റെ നീളവും ഓരോ റൂമിന്റെ നീളവും വീതി എത്രയായിരുന്നു? ഒരു പടി ഇട്ടാൽ അപ്പുറവും മുട്ടുമായിരുന്നു. ഇപ്പുറത്തെ ഒരു നിസ്കാരമായിട്ടാൽ പെണ്ണുകൾക്ക് നിസ്കരിക്കുകയും ചെയ്യാമായിരുന്നു. അതിനപ്പുറത്ത് നമ്മളെ റൂമുകൾക്കൊന്നും വലുപ്പം ഉണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് സ്വിമ്മിംഗ് പൂളും ടബും ഒക്കെ വെക്കാനുള്ള വട്ടത്തിൽ ഒരു ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലൊക്കെ ഉള്ള വലുപ്പത്തിൽ നമ്മളെ വീടിന്റെ റൂമുകളായത്. പഴയ വീടുകളൊക്കെ വീട്ടിലുള്ള അവിടെയൊക്കെ വീട്ടിൽ ഇപ്പോഴും തറവാട്ടിലെ വീട്ടിൽ അത്രയ്ക്ക് അങ്ങനെ തന്നെ ആയിരിക്കും അല്ലേ? ആ പഴയ റൂമുകളിലൊക്കെ ഇതുള്ള വീതി. അപ്പോ ഇതൊക്കെയാണ് സംഭവം. ഇതൊക്കെ ഒന്ന് ഉൾക്കൊണ്ടാൻ മനസ്സിലാവും. ഇങ്ങനത്തെ ഒരു റൂമാണ് നമുക്ക് ഒരാൾക്ക് താമസിക്കാനുള്ളതല്ല. സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങൾക്ക് കിടന്നുറങ്ങാനും ഭക്ഷണം ഉണ്ടാക്കാനും വിരുന്നേർ വരുമ്പോൾ താമസിക്കാനും സ്വീകരിക്കാനും ഒക്കെ കൂടെ ഉണ്ടായിരുന്നത് ഈ ഒരു ഒറ്റ റൂമാണ്. അതിൻ്റെ തന്നെ പകുതി ഭാഗമേ ചുമരുണ്ടായിരുന്നുള്ളൂ, ബാക്കി കീറത്തുണി ഈത്തപ്പന ഓലയും വെച്ച് മറച്ചതാണ് അല്ലേ? ചില വചനങ്ങളിൽ കാണാം സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചിരുന്നു. ഇപ്പോഴും സമൂഹത്തോട് പറയാനും സ്വയം പ്രാർത്ഥിക്കാനും പേടിയുള്ളൊരു പ്രാർത്ഥന എന്താ അറിയോ?
റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത വചനം കാണാൻ നബിയുടെ പ്രാർത്ഥന അല്ലാഹുമ്മ ജഅൽ റിസ്ഖ ആലി മുഹമ്മദിൻ ഖൂതാ എന്ന് പ്രാർത്ഥിച്ചിരുന്നു. നിങ്ങൾ പ്രാർത്ഥിക്കരുത് കേട്ടോ. അള്ളാഹുവെ മുഹമ്മദിനും കുടുംബത്തിനുമുള്ള വരുമാനം അന്നേക്ക് മാത്രമുള്ളതായി പരിമിതപ്പെടുത്തി തരണേ എന്ന് പ്രാർത്ഥിച്ചിരുന്നു. നാളേക്കുള്ളത് ഇന്ന് തന്നെ വേണ്ട. 10 തലമുറക്കുള്ളത് ഉണ്ടാക്കിയാലും നമുക്ക് പിന്നെയും സ്വസ്ഥത ഇല്ലാതെ പോവാണ്. ഉണ്ടാക്കാൻ അനുവാദം ഉണ്ട് കേട്ടോ. ഹലാലായ വഴിയിലാണെങ്കിൽ എത്രയാണെങ്കിലും സമ്പാദിക്കാനുള്ള അനുവാദമുണ്ട്. പക്ഷെ നമ്മുടെ നേതാവിന്റെ ദുനിയാവിനോടുള്ള കാഴ്ചപ്പാട് അള്ളാഹുവെ മുഹമ്മദിനും കുടുംബത്തിനും വരുമാനം അന്നേക്കുള്ളതിൽ പരിമിതപ്പെടുത്തി തരണേ എന്നായിരുന്നു. എന്ന ഹസനായ പരമ്പരയിലൂടെ മറ്റൊരു റിപ്പോർട്ട് ഉണ്ട്. അള്ളാഹുവെ എന്നെ ഒരു മിസ്കീനെ പോലെ ആക്കിയാൽ മതി. അങ്ങനെ തന്നെ ഒരു മിസ്കീന്റെ രൂപത്തിൽ തന്നെ എന്നെ മരിക്കാനും അനുവദിക്കണം എന്ന് പറഞ്ഞിരുന്നതാണ്. അതങ്ങനെ തന്നെ അല്ലായിരുന്നോ? വഫാത്താകുന്ന രാത്രിയിൽ തലവേദന കൊണ്ട് പൊളയുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നോക്കിയിരുന്ന് ശുശ്രൂഷിക്കാൻ 9 ഭാര്യമാരുടെ വീടുകളിലും കത്തിക്കാൻ വിളക്കിലെണ്ണയുണ്ടായിരുന്നില്ല. നമുക്കറിയുന്ന കഥയല്ലേ? ആണ് ഭക്ഷണത്തിന് വകയില്ലാഞ്ഞിട്ട് സ്വന്തം പടയെങ്കി അപ്പുറത്ത് പണയത്തിലാണ്. അപ്പൊ പണയം വെക്കാനുള്ള തെളിവായി അപ്പൊ നമ്മളെ ഇന്ന് ആലോചിക്കാം അല്ലേ? അതിനല്ലാതെ പറയുന്നുട്ടോ പണയം വെക്കാനുള്ള തെളിവിന് അത് വേണ്ട. അത് ഖുർആൻ തന്നെ പണയത്തെ കുറിച്ച് പറയുന്നുണ്ട്. പലിശ പണയല്ല എന്ന് മാത്രം, പലിശക്കുള്ള പണയല്ല എന്ന് മാത്രം. അപ്പോ ഞാൻ പറഞ്ഞത് ഇങ്ങനെയൊക്കെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിച്ചിരുന്നത്. ദുനിയാവ് അങ്ങനെയാണ്. വസ്ബിർ നഫ്സക മഅല്ലദീന യദ്ഊന റബ്ബഹും ബിൽ ഗദാത്തി വൽ അശിയ്യി യുരീദൂന വജ്ഹ വലാ തഅദു ഐനാക അൻഹും തുരീദു സീനത്തൽ ഹയാത്തിദ് ദുനിയ വലാ തുതിഉ മൻ അഗ്ഫൽനാ ഖൽബഹു അൻ ദിക്രിനാ. ആയത്ത് ഇങ്ങനെ പരിശോധിച്ച് വായിക്കുമ്പോൾ മനസ്സിലാകും, പൈസ കൂടുന്നതിനനുസരിച്ച് അള്ളാഹുവിൽ നിന്ന് മനുഷ്യന്റെ ശ്രദ്ധ ഇല്ലാതെ കുറഞ്ഞു വരും. സമ്പത്ത് കൂടുന്നതിനനുസരിച്ച് അവർ ശരിയാണേനും കാലും ഒരു മുറി ഉണ്ടായാൽ അന്ന് വിളിക്കുന്ന അള്ളാഹ് ഒരു വേറൊരു അള്ളയിക്കാറും അല്ലേ? ആരോഗ്യത്തോടു കൂടിയുള്ള സമയത്ത് വിളിക്കണ അള്ളയാവൂല, അസുഖത്തിന് വിളിക്കണ അസുഖം ഉണ്ടാവുമ്പോൾ പ്രയാസം ഉണ്ടാകുമ്പോൾ വിളിക്കണ അള്ളാൻ മനസ്സിൽ തട്ടിയില്ല വിളിയായിരിക്കും. അതാണ് പറഞ്ഞതിന്റെ അർത്ഥം. സൗകര്യങ്ങൾ കൂടുന്നതിനനുസരിച്ച് അള്ളാഹുവിൽ നിന്ന് നമ്മൾ അകലുന്നു. വെറുതെ പറയാണ്. ഫർദ് നിസ്കാരം കഴിഞ്ഞാൽ ഒന്ന് ഉള്ളൊരുകി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാൻ കഴിയുന്ന എത്ര ആളുകൾ നമ്മളെ കൂടെ ഉണ്ട് നോക്കാണി. ആ റിപ്പോർട്ട് ബുഖാരി മാത്രമല്ല മുസ്ലിം കൂടെ റിപ്പോർട്ടാണ്, മുത്തഫക്കായ റിപ്പോർട്ടാണ്. ആ റിപ്പോർട്ടിന്റെ വിശദീകരണം അത്യാവശ്യത്തിനുള്ളത് മാത്രം എന്നാണ് അതിന്റെ അർത്ഥം. ആളുകളുടെ മുമ്പിൽ കൈനീട്ടാത്ത രൂപത്തിലുള്ളത്. പക്ഷേ ഒന്നും ബാക്കി വെക്കാൻ പാടുമില്ല, അത്യാവശ്യത്തിനുള്ളത് മാത്രം. അധികമൊന്നും വേണ്ട. തനിക്ക് മാത്രമല്ല തന്റെ കുടുംബക്കാർക്കും ഇത് മതി എന്നാണ് നബി ആഗ്രഹിച്ചത്. ആദ്യം തന്നെ കുറിച്ച് എനിക്കധികം വേണ്ട എന്ന് പറഞ്ഞു. അഖലഹു തന്റെ ഭാര്യമാർക്കും അതിൽ കൂടുതൽ വേണ്ട എന്ന് പറഞ്ഞു. ബനാതഹു തന്റെ പെൺമക്കൾക്കും അത് മതി എന്ന് പറഞ്ഞു. ഒക്കെ അറിഞ്ഞിട്ട് ഒരു സമ്പന്നനാവാൻ നബി തനിക്കോ തന്റെ കുടുംബത്തിനോ സമ്പന്നത ആഗ്രഹിച്ചില്ല എന്നാണ് അതിന്റെ വിശദീകരണം ഹാസിയ വരുന്നത്. അപ്പൊ അതൊക്കെ നടക്കട്ടെ. നമ്മൾ പറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പോലെ നമ്മളും ദരിദ്രനാവണം എന്ന് ആഗ്രഹിക്കണം എന്നല്ല. പക്ഷെ ഇങ്ങനെയൊക്കെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിച്ചിരുന്നത് എന്ന ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാവേണ്ടതുണ്ട്. ഇങ്ങനെയൊക്കെ ജീവിച്ചാണ് നമ്മിലേക്ക് ഈ മഹത്തായ ദീന് അതിൻ്റെ മുഴുവൻ പരിശുദ്ധിയോടെയും എത്തിച്ചു തന്നത് എന്നത്
നമ്മൾ ഓർത്തു വെക്കേണ്ടതുണ്ട്. അദ്ദേഹത്തോടൊപ്പം അവിടുത്തോടൊപ്പം ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ഏതായാലും തമീമ് ഗോത്രക്കാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീടിന്റെ പിൻഭാഗങ്ങളോട് വന്ന്, പിൻഭാഗം എന്ന് പറഞ്ഞാൽ അതിന്റെ പുറത്ത് നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഉറക്കെ വിളിച്ചുകൊണ്ടേയിരുന്നു. വിളിക്കാൻ കാരണം അവർക്ക് അങ്ങനെ വിളിക്കാൻ പാടില്ല, ഒച്ചയും വിളി ഉണ്ടാക്കാൻ പാടില്ല എന്ന് അറിയാത്തത് കൊണ്ടാണ്. അറിയാണെങ്കിൽ അവരങ്ങനെ വിളിക്കൂലായിരുന്നു എന്നാ അതിലൊരു സൂചന നമുക്കുണ്ട് കേട്ടോ. അറിയാത്ത കാലത്ത് ഈ സംഗതി ഇങ്ങനെ അറിയാത്ത കാലത്ത്, അതായത് ഇന്ന് വരെ അല്ലെങ്കിൽ കഴിഞ്ഞ ഞായറാഴ്ച വരെ നമ്മളിൽ ഉണ്ടായിരുന്ന നബിയോടുള്ള സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സ്വഭാവം ഇനി ഉണ്ടാവാൻ പാടില്ല. ഇതുവരെയുള്ളത് അറിവില്ലായ്മ കൊണ്ടാണ് എന്ന് വിചാരിച്ച് അള്ളാഹു അത് പുറത്തു തന്നിരിക്കുന്നു. എന്നിട്ട് അള്ളാഹു പറയാണ്, വലോ അന്നഹും സ്വബറു, അങ്ങനെ അവിടെ ചെന്ന് ഒച്ചയും വിളിയും കൂട്ടിയതിനു പകരം വലോ അന്നഹുമാ തമീമ് ഗോത്രക്കാർ സ്വബറു, ക്ഷമിച്ചിരുന്നെങ്കിൽ, ഹത്താ തഖറുജ ഇലൈഹിം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി വരുന്നത് വരെ ക്ഷമിച്ചിരുന്നെങ്കിൽ ലക്കാന ഖൈറല്ലോ, അതല്ലേ കൂടുതൽ ഗുണകരമായി മാറുക. സുബ്ഹാനല്ലാഹ്. അതിന്റെ രണ്ടാമത്തെ ഒരു വശം എന്താ അറിയോ? മസ്ജിദ് നബവി അടിച്ചു വാരിയിരുന്ന ഒരു സഹോദരി മരണപ്പെട്ടു പോയി. എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിച്ചിരിക്കുന്ന സമയത്ത് മരണപ്പെട്ടു പോയി. സ്വഹാബികൾ റളിയല്ലാഹു അൻഹും അജ്മഈൻ ആ മരണവാർത്ത പറയാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അന്വേഷിച്ച് ചെല്ലുമ്പോൾ ഭാര്യമാര് പറഞ്ഞു, നബി തങ്ങൾ ഉറങ്ങുകയാണ് എന്ന്. ഇനി എന്താ ഉണ്ടാവുക? നിങ്ങൾ ആലോചിച്ചു, എന്താ ഉണ്ടാവുക? സ്വഹാബികൾ തിരിച്ചിട്ട് പോന്നു. ഭാര്യമാരോട് പറഞ്ഞു ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ആ പോയ സ്വഹാബികളും നബിയെ വിളിച്ചില്ല, ഈ ഭാര്യമാരും വിളിച്ചറിയിച്ചില്ല, ഉണർത്തിയില്ല. ഇങ്ങനൊരു സംഭവം ഉണ്ടായിക്കൊണ്ടൊന്നും പറഞ്ഞില്ല. ആലോചന എന്താ അവിടെ സംഭവിച്ചത്? ചുരുക്കത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പങ്കാളിത്തമില്ലാതെ ആ മയ്യിത്ത് മറമാടപ്പെട്ടു. 2-3 ദിവസം തുടർച്ചയായി അവരെ കാണാതിരുന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അന്വേഷണം ആരംഭിച്ചു. അത് കോട്ടപ്പടിയിൽ മിസ്കാത്തിക്കും പള്ളി കമ്മിറ്റിക്കാർക്കുള്ള ബാധ്യതയാണെന്ന് കൂടി പറയാം. ഇത് സ്ഥിരമായി പള്ളിയിൽ വന്നുകൊണ്ടിരിക്കുന്ന ഒരാളെ കാണാതായാൽ ഒന്ന് അന്വേഷിക്കണം എന്തു പറ്റി എന്ന്. അത് നമ്മുടെ ഒരു ബാധ്യതയാണ്. പള്ളിക്ക് വരുന്ന ആൾക്കാരോട് മാത്രം കമ്പനി അല്ലെങ്കിൽ അവരോട് മാത്രം ബന്ധം എന്നതിനപ്പുറം വീട്ടിൽ ഒറ്റപ്പെട്ടു പോകുന്നവരെ ചേർത്ത് പിടിക്കാനുള്ളൊരു ശ്രമം മഹലിന്റെ ഭാരവാഹികൾക്കും പള്ളി മെമ്പറുകൾ കൈകാര്യം ചെയ്യുന്നവർക്കും, ഞാൻ ഇന്നയാണ് ആദ്യം പറഞ്ഞത്, ബാധകമാണ്. സത്യത്തിൽ നിങ്ങളോടുള്ള സ്നേഹം കൊണ്ടല്ല പലപ്പോഴും എവിടെയെന്ന് ഇത്ര ദിവസം അല്ലെങ്കിൽ ഇന്നയാൾ എവിടെയെന്നു ഞാൻ ചോദിക്കാറുള്ളത്, ഇന്ന് വിവരം കിട്ടണില്ലെന്ന് ചോദിക്കാറുള്ളത് ഇതെന്റെ ഉത്തരവാദിത്തമാണ് എന്നതുകൊണ്ടാണ്. നിങ്ങൾക്ക് എന്ത് പറ്റി, കാണാണ്ടായിരുന്നില്ലല്ലോ, എവിടെ പറ്റിയാളെന്നൊക്കെ ചോദിക്കല് അത് നമ്മുടെ ഉത്തരവാദിത്തമാണ് എന്നതുകൊണ്ടാണ്. ഈ സമൂഹത്തെ കൂട്ടിപ്പിടിക്കാനുള്ള ബാധ്യത ഇതിന്റെ നേതൃത്വത്തിനുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, അവരെവിടെ, കാണാനില്ലല്ലോ. അപ്പൊ സഹാബികൾ പറഞ്ഞു, അവർ മരണപ്പെട്ടല്ലോ, അവർ മരണപ്പെട്ടല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സങ്കടം വന്നുപോയി. എന്നിട്ട് ചോദിച്ചു, ആലാക്കുത്തും മഹാദത്തും പോയി, എന്നിട്ട് എന്താ നിങ്ങൾ പറയായിരുന്നു, എന്താ നിങ്ങളാ വിവരം എന്ന് പറയാത്തത്? അപ്പൊ അവര് പറഞ്ഞു, നബി നിങ്ങൾ ഉറങ്ങായിരുന്നു, ആ ഉറക്കം ഫസാദാക്കണ്ട, വിത്തനയാക്കണ്ട എന്ന് വിചാരിച്ചിട്ടാണ്. അതാണ് ആദരവ്, അതാണ് ആദരവ്. തങ്ങളുടെ നേതാവിനൊരു ക്ഷീണമുണ്ടാകാതെ അക്കാര്യം നടപ്പിലാക്കാൻ അവർക്ക്
കഴിയുമായിരുന്നു. എന്നെങ്കിലും ഒരിക്കൽ, എപ്പോഴെങ്കിലും ഒരിക്കലാണ് ഞങ്ങളുടെ നേതാവിൽ ഒന്ന് കണ്ണടക്കാനുള്ള സൗകര്യം കിട്ടുക. അത് ഞങ്ങളായിട്ട് ഇല്ലാതാക്കുകയില്ല, ഒരു അസ്വസ്ഥത അവിടെ ഞങ്ങൾ ഉണ്ടാക്കുകയില്ല എന്ന് ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളും സ്വഹാബികളും കാണുന്നിടത്താണ് തമീം ഗോത്രക്കാരുടെ ഒച്ചയും വിളിയും അരോചകമായി, അപകടമായി മാറുന്നത്. അവിടെയാണ് നമ്മൾ സ്വയം അപകടത്തിലേക്ക് എത്തിപ്പെടുന്നത്, അല്ലേ? എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ദുല്ലൂനി അലാ ഖബരിഹാ. ശരി, അത് പാടില്ലായിരുന്നു എന്നല്ല പറഞ്ഞത്. നിങ്ങളുടെ മേലിൽ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ കാണിച്ചു തരാന്ന് പറഞ്ഞില്ല. എന്ത് ഞാൻ അറിയാതെ നിങ്ങളാണ് മറവിയെ എന്നും പറഞ്ഞില്ല. കാലിയിലില്ലാണ്ട് മറവി ചെയ്യാൻ പറ്റൂലല്ലോ, അല്ലേ? പള്ളി കമ്മിറ്റിക്കാരെ സപ്പോർട്ടില്ലാതെ മറവി ചെയ്യാൻ പറ്റൂല എന്ന് പറഞ്ഞാൽ നമ്മളെ നിലപാട് എവിടെയാണ്? ആദ്യം ചോദിച്ചു, അലാക്കുണ്ടും ആദത്തമുനിഹ എന്ന് പറഞ്ഞുകൂടായിരുന്നു നിങ്ങൾക്ക്? നിങ്ങൾ ഉറങ്ങുമായിരുന്നു നബിയെ. എന്നാ പിന്നെ ദുല്ലൂനി അലാ ഖബരിഹ, എവിടെയാണ് സഹോദരിയുടെ ഖബറൊന്ന് കാണിച്ചെന്നാണ്. അങ്ങനെ സ്വഹാബികൾ കൊണ്ടുപോയി ആ ഖബർ കാണിച്ചു കൊടുക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഖബറിൽ നിന്നുകൊണ്ട് അവർക്ക് വേണ്ടി നമസ്കരിക്കുന്നു. ഇതാണ് ഒരു സമുദായത്തിന്റെ നേതൃത്വവും അനുയായികളും തമ്മിൽ ഉണ്ടാവേണ്ടുന്ന ബന്ധം. അനുയായികൾക്ക് നേതൃത്വത്തോട് അങ്ങേയറ്റത്തെ ആദരവും ബഹുമാനവും വേണം. നേതൃത്വത്തിന് അനുയായികളോട് അങ്ങേയറ്റത്തെ കൃപയും വാത്സല്യവും സ്നേഹവും ദയയും വേണം. ഇത് രണ്ടും കൂടിച്ചേരുമ്പോഴാണ് നമ്മളൊരു കെട്ടുറപ്പുള്ള ഉമ്മത്തായി മാറുന്നത്. ഉമ്മത്ത്. അതല്ലെങ്കിൽ നമ്മളൊരു സംഘടനയുടെ ആളുകളായി മാറും. ഒരു സംഘടനയുടെ ആളുകൾ അല്ലെങ്കിൽ ഒരു പള്ളിയിൽ പങ്കെടുക്കുന്നവർ എന്ന രൂപത്തിലേക്ക് നമ്മൾ ഒറ്റപ്പെട്ടു പോകുന്നതും, അല്ലെങ്കിൽ എല്ലാവർക്കും സ്വന്തം കാഴ്ചപ്പാടുകൾ ഉണ്ടാകുന്നതും, അനുയായികളെ സ്നേഹിക്കാത്ത നേതാക്കന്മാരുണ്ടാകുന്നതും, നേതാക്കന്മാരെ അനുസരിക്കാത്ത അനുയായികൾ ഉണ്ടാകുന്നതും ഒക്കെ ഈ കെട്ടുറപ്പില്ലായ്മയുടെ, അവനവന്റെ ബാധ്യത, പരസ്പരം ഈമാനികമായ ബാധ്യത തിരിച്ചറിയാത്തതിന്റെ ദുഷ്ഫലമാണ്. എന്തുമാത്രമാണ് നോക്കണത്, അല്ലേ? അടുത്തത് നോക്കുകയാണെങ്കിൽ മറന്ന് ബദറിൽ പങ്കെടുക്കുന്ന, ബദറിൽ പടയണി ചേർന്ന് പടക്കളത്തിൽ തന്റെ അനുയായികളെ ശരിപ്പെടുത്തി നിർത്തുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് ഒരു ചെറുപ്പക്കാരനായ സ്വഹാബി ചെല്ലുകയാണ്, ഹുബാബ് ഇബ്നു മുൻദിർ റളിയല്ലാഹു അൻഹു. എന്നിട്ട് അദ്ദേഹം ചോദിക്കുകയാണ്, നബിയെ, ഇത് അള്ളാഹ് പറഞ്ഞിട്ടാണ് നമ്മളിവിടെ? എന്ത് അന്ന് പറഞ്ഞിട്ടാണ്? ഒന്നുമില്ല. നിങ്ങൾക്ക് വഴിയോ വല്ലതും കിട്ടിയിട്ടാണ് നമ്മൾ ഇവിടെ ഇങ്ങനെ പടവെച്ചത്? എന്തേടോ? അല്ല, അങ്ങനെയാണെങ്കിലും ഒന്നുമില്ല. അതാണ് അനുയായി. നേതാവിനോട് അഭിപ്രായം ചോദിക്കുമ്പോൾ അതിന് പാലിക്കേണ്ടുന്ന മര്യാദ, ഇത് അള്ളാന്റെ തീരുമാനമാണെങ്കിൽ, വഴിയുടെ തീരുമാനമാണെങ്കിൽ എനിക്കിതിൽ ഒരു അഭിപ്രായമില്ല, ഇത് അംഗീകരിക്കും ഞാൻ. അപ്പൊ റസൂൽ പറയാ, വഴിയുടെ തീരുമാനമല്ല, അത് എന്റെ യുദ്ധതന്ത്രമാണ്. എന്നാ നബി എനിക്കൊരു അഭിപ്രായം പറയാണ്ട് പറയട്ടെ. അനുവാദം ചോദിക്കാണ്. ഇത് ശരിയല്ല എന്ന് പറയുന്നതിന് മുമ്പേ ഞാൻ പറയാനുള്ള അനുവാദം എനിക്കുണ്ടാവും എന്ന് അന്വേഷിക്കാണ്. പറഞ്ഞോളൂ എന്ന് പറഞ്ഞിട്ട് ഹുബാബിനെ ചേർത്ത് പിടിച്ച് സമാധാനിപ്പിക്കുമ്പോൾ ഹുബാബ് പറയാണ്, നബിയെ, ഇവിടെ അല്ല, നമ്മൾ കുറച്ചുകൂടെ അപ്പുറത്ത്, ഈ വെള്ളക്കെട്ടിന്റെ അപ്പുറത്താണ് നമ്മളുടെ പടകുടീരം കെട്ടേണ്ടത്. ശത്രുക്കൾക്ക് ഈ വെള്ളം കിട്ടരുത്, അവരിത് കലക്കുകയും ചെയ്യരുത്. നമുക്ക് ഇഷ്ടം പോലെ കുടിക്കാനുള്ള സൗകര്യം ഉണ്ടാകും. കുറച്ച് അപ്പുറത്ത് കാക്കിയാൽ എന്താണ് എനിക്കൊരു അഭിപ്രായമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവനെ ഒന്നുകൂടി ചേർത്ത് പിടിച്ച് കവിളിലൊരു മുത്തവും കൊടുത്തു എന്ന് ഞാൻ പറയും. അതാണ് അംഗീകരിച്ച്. ഇപ്പോ പറയാൻ പറ്റുന്ന, നേതൃത്വത്തിന്റെ ഗുണം പ്രതീക്ഷിക്കുന്ന, സമുദായത്തിന് ഗുണം പ്രതീക്ഷിക്കുന്ന മെമ്പർമാരുണ്ടാവണം. മെമ്പർമാരെ പൂർണ്ണ വിശ്വാസത്തിൽ എടുക്കാൻ കഴിയുന്ന നേതാക്കന്മാരുണ്ടാവണം. വലോ അന്നഹു സ്വബറൂ ഹത്താ തഖ്റുജ ഇലൈഹിം, വലോ അന്നഹു സ്വബറൂ ഹത്താ തഖ്റുജ ഇലൈഹിം. താങ്കൾ ഉറക്കമുണർന്ന് എഴുന്നേറ്റ് വരുന്നത് വരെ കാത്തിരിക്കുകയായിരുന്നല്ലോ, ലകാന ഖൈറൻ ലഹും, അവർക്ക് നല്ലത്. അപ്പോ നമ്മളെന്തെങ്കിലും വർത്താനം അറിയാണ്ടെങ്കിൽ അത് അമ്മ ഖുർആൻ ക്ലാസ് കഴിഞ്ഞിട്ട്, ഖുതുബ കഴിഞ്ഞിട്ട് അങ്ങനെയൊക്കെയാണല്ലോ പറഞ്ഞത്. റസൂലാണല്ലോ പറഞ്ഞത്, ഇദാ സഅദൽ ഖതീബു അലൽ മിമ്പരി ഫലാ യതകല്ലമന അഹദുക്കും വമൻ തകല്ലമ ഫഖദ് ലഗ വമൻ ലഗ ഫലാ ജുമുഅത ല. പറഞ്ഞില്ലേ, പുലിയിൽ എല്ലാവരും മുമ്പർമാർ
പിന്നെ മാള് പിടിച്ചിട്ട് ചെങ്ങായി ഇങ്ങനെ കുലുക്കിക്കൊണ്ട് പറഞ്ഞില്ല എന്താ അർത്ഥം? അത് റസൂല് പറഞ്ഞതാ. ഇമാമും മിമ്പർമ കയറിയാൽ ആരാ ഇമാമും? റസൂല്. ഞാൻ മിമ്പർമ കയറിയാന്ന് അതിന്റെ അർത്ഥം അല്ലേ? ഞാൻ മിമ്പർമ കയറിയ പിന്നെ മിണ്ടിപ്പോകരുത് ഒറ്റ ആളും. മിണ്ടിയാൽ മിണ്ടിയോൻ ചെയ്യുന്നത് അതിക്രമമാണ്, ഓന്റെ ജുമാ പോകട്ടോ അല്ലേ? കുറച്ചുകൂടെ വിശദീകരിക്കാണ്. അപ്പുറത്ത് എന്തൊടുത്താൻ വർത്താനം പറയുന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾ ഓനോട് അനുസരിച്ച് ഒന്ന് മിണ്ടാതിരിക്കണോ എന്ന് പോലും പറയരുത്. അത് പറഞ്ഞാൽ നിങ്ങളുടെ ജുമാ പോകും. എത്രയാണ് ആദരവ് കൊടുക്കേണ്ടതെന്നാ കാണി. പലവന്നവും സ്വബറു. അങ്ങനെ വല്ലതും പറയാണ്ടെങ്കിൽ ഇതാണ് കഴിഞ്ഞോട്ടെ, എന്നിട്ട് പുറത്തേക്ക് ഇറങ്ങിയിട്ട് ആക്കാൻ നോക്കുക. അങ്ങനെയാണെങ്കിൽ അതാണ് ഗുണകരം. എന്നിട്ട് അന്ന് പറയും നോക്കാണി, വല്ലാഹു ഗഫൂറുർ റഹീം. പറ്റിപ്പോയതൊക്കെ പൊറുക്കാൻ അന്ന് തയ്യാറാണ്, ഞങ്ങളോട് കരുണ ചെയ്യാനും അല്ലാഹു തയ്യാറാണ്. ഇനി അങ്ങനെ പറ്റാതിരിക്കാൻ, അബദ്ധം സംഭവിക്കാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം എന്നാണ് ആ ഉപദേശത്തിന്റെ കാതൽ എന്ന് നമ്മൾ തിരിച്ചറിയുക. എന്നിട്ടൊരു മാതൃകാ യോഗ്യമായ ഇസ്ലാമിക കാഴ്ചപ്പാട്, സ്വഭാവ സംസ്കൃതി ഖുർആനിനോടും സുന്നത്തിനോടും വെച്ച് പുലർത്താൻ നമ്മൾ ശീലിക്കുകയും അത് നമ്മുടെ മക്കളിലൂടെ വരും തലമുറയിലേക്ക് പകർന്നു കൊടുക്കാൻ ശ്രമിക്കുകയും ചെയ്യണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.